അള്ളാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ ഉന്നതമായ സ്ഥാനമുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല റൂഹ് എന്ന് പറഞ്ഞിട്ടുള്ള അള്ളാഹുവിന് പ്രിയപ്പെട്ട അള്ളാഹുവിന്റെ മലക്കാണ് പറയുന്നത്, നരകം സൃഷ്ടിച്ചത് മുതൽ എന്റെ കണ്ണ് വരണ്ടിട്ടില്ല, നനഞ്ഞ് ആ വയറ്റിൽ കണ്ണീരോട് കൂടിയേ നിന്നിട്ടുള്ളൂ. സുബ്ഹാനല്ലാഹ്. നമ്മൾ എപ്പോഴാണ് നരകത്തെ ആലോചിച്ച് കരഞ്ഞത്? നമ്മൊന്ന് ചിന്തിച്ചാൽ മതി. നരകത്തിന്റെ ശിക്ഷയെ കുറിച്ച് ആലോചിച്ച് നാം അവസാനമായി നമ്മുടെ കണ്ണ് നിറഞ്ഞ സമയം എപ്പോഴാണ്? നമ്മൾ പലതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് കരയും. നമ്മൾ ഇഷ്ടമുള്ളവർ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ട അതിനെ കുറിച്ച് ആലോചിച്ച് കരയും, അല്ലെങ്കിൽ വേറെ പലതിനെ പറ്റി ആലോചിച്ച് കരയും. എപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നരകം സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് ഞാൻ ചെയ്യുന്ന തെറ്റുകൾ കാരണത്തിൽ അതിലേക്ക് എറിയപ്പെടുമോ എന്ന് ആലോചിച്ച് നാം കരഞ്ഞ സമയം എപ്പോഴാണ് അവസാനം എന്ന് നമ്മൾ ആലോചിക്കണം. ജിബ്രീൽ അലൈഹിസ്സലാമാണ് ഈ വാക്ക് പറയുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം ഒരു മലക്ക് ആണ് ഈ വാക്ക് പറയുന്നത്. അതുകൊണ്ട് ഗൗരവത്തിൽ നാം ചിന്തിക്കേണ്ട കാര്യമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. സത്യവിശ്വാസികളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മഹുള്ളയുടെ കിതാബ് ഉസൂലുൽ ഈമാൻ ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 54 ഹദീസുകൾ നമ്മൾ വായിച്ചു. നമ്മളിപ്പോ നോക്കുന്ന ബാബു ദിക്രിൽ മലായിക്കത്തി അലൈഹിമിസ്സലാം വൽ ഈമാൻ ബിഹിം. മലായിക്കത്തുകളെ കുറിച്ചുള്ള ഹദീസുകൾ വന്നിട്ടുള്ള വിഷയങ്ങളും അതുപോലെ അവരിലെ ഈമാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ബാബിൽ പറയുന്നത്. ഈ ബാബിലെ കുറച്ച് ഹദീസുകൾ കഴിഞ്ഞ ദർസിൽ നമ്മൾ ആദ്യം മുഖദ്ദിമയായിട്ട് കൊടുത്ത ആയത്തുകൾ പറഞ്ഞു. 2-3 ഹദീസുകളും ഈ ബാബിലെ നമ്മൾ പറഞ്ഞിരുന്നു. ഈ ബാബിലെ അടുത്ത ഹദീസ്, ഈ കിതാബിലെ 55-ാമത്തെ ഹദീസ്. വറവാ അത്ത്-തബ്റാനിയു അൻ ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹുമാ ഖാല. തബ്റാനി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, മാ ഫിസ് സമാവാതി സബ്ഇ മൗദിഉ ഖദമിൻ വലാ ശിബ്രിൻ വലാ കഫിൻ ഇല്ലാ വഫീഹി മലകുൻ ഖായിമുൻ ഔ മലകുൻ സാജിദുൻ ഔ മലകുൻ റാഖിഉൻ ഫഇദാ കാന യൗമുൽ ഖിയാമത്തി ഖാലൂ ജമീഅ സുബ്ഹാനക മാ അബദ്നാക ഹഖ്ക ഇബാദതിക ഇല്ലാ അന്നാ ലം നുശ്രിക ബിക ശൈആ. ഈ ഹദീസ് നമ്മൾ കഴിഞ്ഞ ദർസിൽ അവസാനം പറഞ്ഞ ഹദീസ് പോലെ തന്നെ, അല്ലെങ്കിൽ ഇതിന് തൊട്ടു മുമ്പുള്ള ഹദീസിന്റെ അതേ ആശയത്തിൽ വരുന്നതാണ്. ചില ലഫ്ളുകൾ കൂടുതലുണ്ടെന്ന് മാത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ ഫിസ് സമാവാതി സബ്അ, 7 ആകാശങ്ങളിൽ ഇല്ല, മൗദിഉ ഖദമിൻ വലാ ശിബ്രിൻ വലാ കഫിൻ, ഒരു സ്ഥലം, ഒരു കാലടി വെക്കാനുള്ളത്, അല്ലെങ്കിൽ ഒരു ചാണ്, അല്ലെങ്കിൽ ഒരു കൈ വെക്കാനുള്ളത് സ്ഥലമില്ല. ഇല്ലാ വഫീഹി മലകുൻ ഖായിമുൻ, എന്തില്ലാതെ? അവിടെ ഒരു മലക്ക് നിൽക്കുന്നതായിട്ടില്ലാതെ. ഔ മലകുൻ സാജിദുൻ, അല്ലെങ്കിൽ ഒരു മലക്ക് സുജൂദിലായിട്ടില്ലാതെ. ഔ മലകുൻ റാഖിഉൻ, അല്ലെങ്കിൽ ഒരു മലക്ക് റുകൂഇലായിട്ടില്ലാതെ. ഫഇദാ കാന യൗമുൽ ഖിയാമ, അങ്ങനെ യൗമുൽ ഖിയാമയായാൽ, അന്ത്യനാളായാൽ, ഖാലൂ ജമീഅ, എല്ലാ മലക്കുകളും പറയും, സുബ്ഹാനക, നീ എത്ര പരിശുദ്ധനാണ് അല്ലാഹുവിനോട്. മാ അബദ്നാക ഹഖ്ക ഇബാദതിക, നിന്നെ ഇബാദത്ത് ചെയ്യേണ്ട മുറപ്രകാരം ഞങ്ങൾ ഇബാദത്ത് ചെയ്തിട്ടില്ല. ഇല്ലാ അന്നാ ലം നുശ്രിക ബിക ശൈആ, ഒന്നൊഴികെ ഞങ്ങൾ നിന്നിൽ ഒന്നിനെയും പങ്കു ചേർത്തിട്ടില്ല. ഈ ഹദീസിൽ നാം കഴിഞ്ഞ ഹദീസിൽ പറഞ്ഞതുപോലെ ആകാശലോകത്ത് അത്രത്തോളം മലക്കുകൾ നിറഞ്ഞു നിൽക്കുകയാണ്. അത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യാൻ മലക്കുകളുണ്ട്. ആ മലക്കുകൾ നിന്ന് നമസ്കരിക്കുന്നവരായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇബാദത്തിന്റെ വേറെ ഇനങ്ങളായിരിക്കാം. അതുപോലെ സുജൂദിലായിട്ടാണ്, അതുപോലെ റുക്കൂഇലായിട്ടാണ്, അതുപോലെ പല
ഇബാദത്തിന്റെ രൂപങ്ങളിലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവർക്ക് അതിലൊരു മടുപ്പോ അല്ലെങ്കിൽ ഒരു ക്ഷീണമോ ഒന്നും സംഭവിക്കുന്നില്ല. അവർ ഇബാദത്തിൽ തന്നെയാണ്. എന്നിട്ട് ആ മലക്കുകൾ അന്ത്യനാളായാൽ, യൗമുൽ ഖിയാമയായാൽ, ആ മലക്കുകൾ പറയുന്ന വാക്കാണ് നാം ശ്രദ്ധിക്കേണ്ടത്. സുബ്ഹാനക, അല്ലാഹുവേ നീ എത്ര പരിശുദ്ധനാണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മേലെ ആരോപിക്കപ്പെടുന്ന എന്തെല്ലാം ന്യൂനതകളുണ്ടോ, അത് പങ്കുകാരായിട്ടാവട്ടെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നാമങ്ങളിലോ സിഫത്തുകളിലോ അള്ളാഹുവിന് യോജിക്കാത്ത രീതിയിൽ എന്തെല്ലാം ന്യൂനതകൾ അള്ളാഹുവിന്റെ മേലെ ആരോപിക്കപ്പെടുന്നുണ്ടോ, അതിൽ നിന്നെല്ലാം അള്ളാഹു പരിശുദ്ധനാണ് എന്നാണ് പറയുന്നത്. മലക്കുകൾ പറയും സുബ്ഹാനക്. എന്നിട്ട് അവർ പറയുന്ന കാര്യം മാ അബദ്നാക ഹഖ്ഖ ഇബാദതിക്, നിന്നെ ഇബാദത്ത് ചെയ്യേണ്ട മുറപ്രകാരം അതിന്റെ ഹഖിൽ ഞങ്ങൾ ഇബാദത്ത് ചെയ്തിട്ടില്ല. കാരണം അതിന് ഒരാൾക്കും സാധിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്യേണ്ട ഹഖിൽ ഇബാദത്ത് ചെയ്യാൻ ഒരാൾക്കും സാധിക്കില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല, നമ്മുടെ കാര്യം തന്നെ എടുക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ നിഅമത്തുകൾ, അതിന് നന്ദി കാണിക്കാൻ തന്നെ നമ്മളെ കൊണ്ട് സാധിക്കില്ല. പലപ്പോഴും നമുക്ക് മനസ്സിലാവാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ നിഅമത്തുകൾ ഇല്ലാത്ത ആളുകളേക്ക് നോക്കണം. നമുക്ക് ഏറ്റവും വലിയ നിഅമത്ത് തൗഹീദാണ്. ആ തൗഹീദ് ഇല്ലാത്ത, തനിക്കൊരു വിഷമം വന്ന ഏതെങ്കിലും ഒരു കല്ലിന്റെ മുമ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശവത്തിന്റെ മുന്നിലോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ജന്തുവിന്റെ മുന്നിലോ പോയി വീണ് കിടക്കുന്ന ഒരാളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുക തൗഹീദിന്റെ വില എന്താന്നുള്ളത്. അതുപോലെ തന്നെ ഓരോ നിഅമത്തുകളും അതില്ലാത്തവനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്യേണ്ട മുറപ്രകാരം ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ആരാണ്? മലക്കുകളാണ്. സൃഷ്ടിച്ച സമയം തൊട്ട് സുജൂദിലായിട്ടുള്ള, ദിക്റിലായിട്ടുള്ള, തസ്ബീഹിലായിട്ടുള്ള, തഹ്മീദിലായിട്ടുള്ള മലക്കുകളുണ്ട്. ആ മലക്കുകളാണ് പറയുന്നത് നിന്നെ ഇബാദത്ത് ചെയ്യേണ്ട മുറപ്രകാരം ഞങ്ങൾ ഇബാദത്ത് ചെയ്തിട്ടില്ല. എന്നിട്ട് അവർ അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു കാര്യം പറയാണ്, ഇല്ല അന്നാ ലം നുശ്രിക് ബിക ശൈഅ, ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല അല്ലാഹ്, നിന്നിൽ ഒന്നിനെയും ഞങ്ങൾ പങ്കു ചേർത്തിട്ടില്ല. കാരണം അവർ ഒഴിവാകുന്നത് ഏറ്റവും വലിയ അക്രമത്തിൽ നിന്നാണ്, ഏറ്റവും വലിയ തിന്മയെന്നാണ്. ശിർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുൽമാണ്, അക്രമമാണ്. അതിൽ നിന്ന് ഞങ്ങൾ ഒഴിവാണ്, അത് ഞങ്ങൾ നിന്നിൽ ചെയ്തിട്ടില്ല അല്ലാഹ് എന്ന് മലക്കുകൾ പറയും. ഈ ഹദീസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാം ഓരോരുത്തരും നമ്മുടെ ഉള്ളിൽ ചിന്തിക്കണം, എന്താണ് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഹഖ് വീട്ടുന്നതിൽ നാം എവിടെയാണ് നിൽക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നാം ചെയ്യുന്ന ഇബാദത്തിൽ എവിടെയാണ് നിൽക്കുന്നത്, അതുപോലെ തന്നെ ശിർക്കിൽ നിന്ന് ഒഴിവാകാൻ എത്രത്തോളം നാം പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളത്. അടുത്ത ഹദീസ്, وعن جابر رضي الله عنه قال, ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, قال رسول الله صلى الله عليه وسلم, رسول الله صلى الله عليه وسلم പറഞ്ഞു, أذن لي أن أحدث عن ملك من ملائكة الله من حملة العرش ما بين شحمة أذنه إلى عاتقه مسيرة 700 عام. رواه أبو داود والبيهقي في الأسماء والصفات والضياء في المختارات. ഇത് ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഉദിന ലീ അൻ ഉഹദ്ദിസ അൻ മലകിൻ മിൻ മലായികത്തില്ലാഹി മിൻ ഹമലത്തിൽ അർശ്, എനിക്ക് അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു നിങ്ങളോട് പറയാൻ അല്ലെങ്കിൽ നിങ്ങളെ അറിയിക്കാൻ ഒരു മലക്കിനെ സംബന്ധിച്ച്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകളിൽ ഒരു മലക്കിനെ സംബന്ധിച്ച്. മിൻ ഹമലത്തിൽ അർശ്, ഏതാണ് ആ മലക്കുകൾ? അർശിനെ ചുമക്കുന്ന മലക്കുകളാണ്. പറഞ്ഞിരുന്നു മുഖർരിബീങ്ങളായിട്ടുള്ള മലക്കുകൾ, അർശിനെ ചുമക്കുന്ന മലക്കുകളുടെ കൂട്ടത്തിൽ ഒരു മലക്കിനെ പറ്റിയിട്ട്. എന്നിട്ട് അവരുടെ പ്രത്യേകത പറയാണ്, മാ ബൈന ശഹ്മതി ഉദുനിഹി ഇലാ ആതിഖിഹി മസീറത്തു 700 ആമിൻ. അവരുടെ ഈ ചെവിയുടെ ഈ താഴ്ഭാഗത്തുള്ള ഈ ഇറച്ചി ഭാഗം ഉണ്ടല്ലോ, അത് ഷഹ്മത്തി ഉദുൻ എന്ന് പറയാം. ഇവിടുന്ന് മുതൽ ഇലാ ആതിഖിഹി, അവരുടെ ഈ ഷോൾഡർ, തോള് വരെ, മസീറത്തു 700 ആമിൻ, 700 വർഷത്തെ യാത്രാ ദൂരമുണ്ട്. 700 വർഷത്തെ യാത്രാ ദൂരമുണ്ട് ആ അവരുടെ ചെവിയുടെ ഈ മാംസത്തിന്റെ മുതൽ അവരുടെ തോൾ വരെയുള്ള ദൂരം. ആ മലക്കുകളുടെ സൃഷ്ടിപ്പിന്റെ വലിപ്പം പറയാണ്. മലക്കുകളുടെ വലിപ്പവും മഹത്വവും അറിയിക്കുന്ന ഒരു ഹദീസാണിത്. അപ്പൊ ഇത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, ഇവിടെ 700 വർഷത്തിന്റെ യാത്രാദൂരം എന്ന് പറയുമ്പോ അത്രത്തോളം നമുക്ക് അതിന്റെ വിശാലത മനസ്സിലാക്കി തരികയാണ്. അത്രത്തോളം വലിപ്പമുള്ള മലക്കുകളാണ്
അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടത് അള്ളാഹു തആലയെ ഇബാദത്ത് ചെയ്യുന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യനെന്നുള്ള ഈ ജീവി നാം ഓരോരുത്തരും തന്നെ ഒരുപക്ഷെ ഏറ്റവും ദുർബലനാണ്. അവന്റെ ആ ഒരു ശ്വാസം പോലും അവന്റെ നിയന്ത്രണത്തിനല്ല, ഒന്നും തന്നെയല്ല. എന്നിട്ടും അവന്റെ അഹങ്കാരം എത്രത്തോളം നടക്കുന്നത്. അള്ളാഹുവിനെ ധിക്കരിക്കുന്നു, അള്ളാഹു ഇല്ല എന്ന് പറയുന്നു. ഇതെല്ലാം എന്റെ ജീവിതത്തിൽ നടക്കുന്നത് എന്റെ തീരുമാനങ്ങളാണെന്ന് പറയുന്നു. ആ പറയുന്ന മനുഷ്യൻ ഇതൊന്ന് ആലോചിച്ചാൽ മതി. അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളിൽ മഹത്തരമായ ഉന്നതരായ സൃഷ്ടികൾ അള്ളാഹുവിനുണ്ട്. അത് മലായിക്കത്തുകളുടെ ഒരു സിഫത്താണ് പറയുന്നത്. ഇനി ഷെയ്ഖ് മലക്കുകളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ചില മലക്കുകളെ സംബന്ധിച്ച് അവരുമായിട്ടുള്ള ചില വിശേഷണങ്ങൾ ഷെയ്ഖ് പറഞ്ഞു തുടങ്ങുകയാണ്. വമിൻ സാദത്തിഹിം, മലക്കുകളുടെ നേതാക്കന്മാരിൽപ്പെട്ട ഒരാളാണ് ജിബ്രായീൽ അലൈഹിസ്സലാം. ജിബ്രായീൽ എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാമിന് ജിബ്രായീൽ എന്നും ഹദീസുകൾ വന്നു കാണാം. വഖദ് വസഫഹു അല്ലാഹു തആല ബിൽ അമാന. അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഒരുപാട് സിഫത്തുകൾ, വിശേഷണങ്ങൾ പറഞ്ഞു. അതിലൊന്നാണ് അമാനത്ത്, വിശ്വസ്തനാണെന്ന് പറഞ്ഞു. വഹുസ്നിൽ ഖുൽഖ്, ഏറ്റവും നല്ല സ്വഭാവം അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള വ്യക്തിയാണ്, മലക്കാണ് എന്നുള്ള നിലക്ക് ഹുസ്നുൽ ഖുൽഖിനെ വിശേഷിപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. വൽ ഖുവ്വ, ശക്തിയെ വിശേഷിപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫഖാല തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലമഹു ശദീദുൽ ഖുവ ذو مرة فاستوى. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ എത്തിച്ചു കൊടുക്കുന്നത് ശക്തനായ ആളാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറയാം ذو مرة فاستوى. ذو مرة എന്നുള്ളത് ഖുവ്വത്താണ് എന്നും അല്ല നല്ല ഖുലുഖാണ് എന്നും നമ്മൾ തഫ്സീറിൽ വരുന്നുണ്ട്. അത് പറയും, വിശേഷണങ്ങൾ പറയാണ് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ. എന്ന് ശൈഖ് പറയാണ്, വമിൻ ഷിദ്ദതി ഖുവ്വതിഹി, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഖുവ്വത്തിന്റെ ശക്തി പറയുന്നിടത്ത് പറയേണ്ട ഒരു വിഷയമാണ് അന്നഹു, ജിബ്രീൽ അലൈഹിസ്സലാം റഫഅ മദായിന ഖൗമി ലൂത്ത് അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനത, ആ ജനതയെ അവരുടെ നാടോടുകൂടി പൊന്തിക്കുകയും വകുന്ന സബ്അൻ ബിമൻ ഫീഹിന്ന മിനൽ ഉമം, അവരുടെ അളവ് എന്ന് പറഞ്ഞാൽ ഓരോ ഉമ്മത്തിന്റെ 7 ഇരട്ടി ഉണ്ടായിരുന്നു, 7 ഇരട്ടി ആളുകൾ ഉണ്ടായിരുന്നു. വകാനു ഖരീബൻ മിൻ 400,000, അവർ ഏകദേശം 4 ലക്ഷത്തോളം ആളുകൾ ഉണ്ടായിരുന്നു. ലൂത്ത് നബിയുടെ സമൂഹം അത്ര വലുതായിരുന്നു, 4 ലക്ഷത്തോളം ആളുകൾ ഉണ്ടായിരുന്നു. വമാ മഅഹും മിനദ് ദവാബി വൽ ഹയവാനാത്ത്, അതുപോലെ തന്നെ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന മൃഗങ്ങളും മറ്റുള്ള ജന്തുക്കളും ഉണ്ട്. വമാ ലിതിൽകൽ മദായിൻ മിനൽ അറാവി വൽ ഇമാറാത്തി അലാ തർഫി ജനാഹിഹി, ആ അവരുടെ സ്ഥലവും അതുപോലെ തന്നെ ഭൂമിയും അതിലുള്ള അവരുടെ പ്രദേശങ്ങളും എല്ലാം അലാ തർഫി ജനാഹി, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചിറകിന്റെ ഒരറ്റത്തായിരുന്നു. ഹത്താ ബലഗ ബിഹിന്ന അനാന സമാ, അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം അതിനെ പൊന്തിച്ചു, അത് ആകാശത്തിന്റെ മുകളിലേക്ക് എത്തുന്നവരെ പൊന്തിച്ചു. ഹത്താ സമിഅത്തിൽ മലായികതു നുബാഹ കിലാബിഹിം വസിയാഹ ദീകതിഹിം, അവിടെ പൊന്തിച്ചപ്പോ മലക്കുകള് ആ പ്രദേശത്തുണ്ടായിരുന്ന നായക്കള് കുരക്കുന്നതും അതുപോലെ കോഴികളും മറ്റുള്ള ജന്തുക്കളൊക്കെ ശബ്ദമുണ്ടാക്കുന്നതും മലക്കുകൾ കേട്ടു. സുമ്മ ഖലബഹ, പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം അതിനെ മറിച്ചു. ഫജഅല ആലിഹ സാഫിലഹ, അതിന്റെ മുകളിലുള്ള ഭാഗങ്ങൾ അതായത് കീഴ്മേൽ മറിച്ചു എന്ന് പറയാം, മുകളിൽ താഴേക്കായി അതിനെ മറിച്ചു. ഫഹാദ ഹുവ ശദീദുൽ ഖുവ, ഇതാണ് ജിബ്രീൽ അലൈഹിസ്സലാമിനെ ശദീദുൽ ഖുവ, ശക്തനാണ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്കറിയാം ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹം അവർ ചെയ്തിരുന്ന മ്ലേച്ഛവൃത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല പുരുഷന്മാർക്ക് സ്ത്രീകളെ വൈവാഹിക ജീവിതത്തിന് ലൈംഗിക ബന്ധത്തിന് സൃഷ്ടിച്ചതാണ് ഇണകളാക്കിയിട്ട്. എന്നാൽ ഇവർ മുമ്പൊരു സമൂഹവും ചെയ്യാത്ത ഏറ്റവും മ്ലേച്ഛമായ അവർ പുരുഷന്മാരുടെ അടുക്കിലേക്ക് തന്നെ അവരുടെ വികാര പൂർത്തീകരണത്തിന് വേണ്ടി ചെന്നു. ഏറ്റവും മ്ലേച്ഛമായ പ്രവൃത്തി. അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് ലൂത്ത് നബി അലൈഹിസ്സലാം. ലൂത്ത് നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സഹോദരന്റെ മകനാണ്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഒപ്പം ഹിജറ ചെയ്തതാണ് ലൂത്ത് നബി അലൈഹിസ്സലാമും, എവിടുന്ന് ബാബിലോണിൽ നിന്ന്. അങ്ങനെ ഇവരിലേക്ക്, ഈ ലൂത്ത് സമൂഹത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തിലേക്ക് ലൂത്ത് നബിയെ നിയോഗിച്ചു. അവിടെ ഈ ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ ലൂത്ത് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, അത്തഅ്തൂന ദുക്റാൻ
മിനൽ ആലമീൻ വതദറൂന മാ ഖലഖ ലക്കും റബ്ബുക്കും മിൻ അസ്വാജിക്കും ബൽ അൻതും ഖൗമുൻ ആദൂൻ. നിങ്ങൾ എന്തിനാണ് ഈ പുരുഷന്മാരിലേക്ക് ആണുങ്ങളിലേക്ക് പോകുന്നത്? നിങ്ങളുടെ വികാര പൂർത്തീകരണത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നിട്ടുണ്ടല്ലോ എന്നുള്ളത്. മൃഗങ്ങൾ പോലും ചെയ്യാത്ത മ്ലേച്ഛ പ്രവൃത്തിയാണ്. മൃഗങ്ങൾ പോലും ചെയ്യാത്ത മ്ലേച്ഛ പ്രവൃത്തിയാണ് ഈ സ്വർഗ്ഗരതി എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്, ഇന്ന് കാലത്ത് അതൊരു വലിയൊരു മഹത്വമായിട്ട് അതിനുവേണ്ടി വാദിക്കുന്ന ആളുകൾ, ജനങ്ങൾക്കിടയിൽ അതൊരു തെറ്റ് എന്നുള്ള ധാരണ തന്നെ പോയിരിക്കുന്നു. അതൊരു തെറ്റാണ്, അതൊരു മ്ലേച്ഛതയാണ് എന്നുള്ള ധാരണ തന്നെ പോയിരിക്കുന്നു. മൃഗങ്ങളെക്കാൾ അധപതിച്ചു പോകുന്ന മനുഷ്യന്റെ അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ആ നാട് അത്ര നശിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് ശിക്ഷ ഇറക്കി. അതാണ് നാം ഇപ്പോ പറഞ്ഞത്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചിറകിന്റെ അറ്റം കൊണ്ട് അത്രയും വലിയൊരു പ്രദേശം, മുൻപുള്ള സമുദായങ്ങളുടെ 7 ഇരട്ടി വരുന്ന 4 ലക്ഷത്തോളം ആളുകൾ വരുന്ന, അതുപോലെ ജന്തുജീവജാലം വരുന്ന ആ പ്രദേശത്തെ ഉയർത്തുകയും ചിറകിന്റെ ഒരു അറ്റം കൊണ്ട് ഉയർത്തുകയും അതിനെ കീഴ്മേൽ മറിക്കുകയും ചെയ്തു. അതിനു പുറമെ അതിനു മുകളിലേക്ക് ചരൽക്കല്ലുകളുടെ മഴ വർഷിക്കുകയും ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമൂഹത്തെ നശിപ്പിച്ചു എന്ന് നമുക്ക് കാണാം. ഈ ഉമ്മത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി താക്കീത് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ലിവാത്ത് എന്നുള്ളത്, സ്വർഗ്ഗരതി എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ വജദ്തുമൂഹു യഅമലു അമല ഖൗമി ലൂത്ത് ഫഖ്തുലു അൽഫാഇൽ വൽ മഫ്ഊൽ ബിഹി. ആരെങ്കിലും ഈ ലൂത്ത് നബിയുടെ പ്രവർത്തനം ചെയ്യുന്നത് കണ്ടാൽ പ്രവർത്തി ചെയ്തവനെയും ചെയ്യപ്പെട്ടവനെയും നിങ്ങൾ കൊല്ലണം. ചെയ്തവനെയും ചെയ്യപ്പെട്ടവനെയും നിങ്ങൾ കൊല്ലണം. ഫായിലിനെയും മഫ്ഊലിനെയും കൊല്ലണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹാബത്തിന്റെ ഇജ്മാ ഉണ്ട്. ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ ഇതുപോലെ ഈ പ്രവർത്തി ചെയ്യുന്ന ആളുകളെ വധിച്ചു കളയണം. എങ്ങനെയാണ് വധിക്കേണ്ടത് എന്നുള്ളതിൽ സഹാബാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില ആളുകൾ പറഞ്ഞത് അവരെ ഒരു നാടിന്റെ ഉയർന്ന പ്രദേശത്തേക്ക് കൊണ്ടുപോയി അവിടുന്ന് താഴേറ്റിടണം. ഏതുപോലെ? ആ സമുദായത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചതുപോലെ. എന്നാൽ ചില സഹാബാക്കൾ പറഞ്ഞത്, അതുപോലെ ചിലർ പറഞ്ഞത് എന്നിട്ട് കല്ലുകൊണ്ട് എറിഞ്ഞു കൊല്ലണം. ചിലർ അഭിപ്രായപ്പെട്ടത് കത്തിച്ചു കളയണമെന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഖിലാഫത്തിൽ കത്തിച്ചതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ചില പണ്ഡിതന്മാർ വാളുകൊണ്ട് വെട്ടിക്കൊല്ലണം. അങ്ങനെ പല രീതിയിൽ. എന്തായാലും ഇജ്മാ ഉള്ള ഒരു കാര്യമാണ് ഈ പ്രവൃത്തി ചെയ്യുന്ന ആളെയും ചെയ്യപ്പെട്ട ആളെയും വധിച്ചു കളയണം എന്നുള്ളത്. അപ്പൊ ഇത് ചെയ്യുന്ന ഈ രണ്ടുപേരെയും വധിക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ എങ്ങനെ വധിക്കണം എന്നുള്ളിടത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് മാത്രം. അത്ര ഗൗരവമുള്ള വിഷയമാണ്, അത്ര ഗൗരവമുള്ള ഒരു വിഷയമാണിത്. അതുകൊണ്ട് ഇതിന്റെ ഗൗരവം നാം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ, നമ്മുടെ സമൂഹത്തെ, മുസ്ലിം സമൂഹത്തെ ഇതുപോലെയുള്ള ഫിത്നകളിൽ നിന്ന് കാത്തു സംരക്ഷിക്കട്ടെ. അടുത്ത ശൈഖ് തുടരുകയാണ്. ഷദീദുൽ ഖുവ, ശക്തനാണെന്ന് പറഞ്ഞു. അതിനുശേഷമുള്ള കാര്യങ്ങൾ പറയാണ്. വഖൗലുഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല വാക്ക് ദൂ മിർറത്തിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൂ ഖുലുഖിൻ ഹസനിൻ വബഹാഇൻ വസനാഇൻ, ഏറ്റവും നല്ല സ്വഭാവം, അല്ലെങ്കിൽ ഏറ്റവും പുകഴ്ത്തപ്പെടുന്ന ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു സ്വഭാവമുള്ള ആളാണ്. അതുപോലെ തന്നെ ഖുവ്വത്തിൻ ഷദീദത്തിൻ, ശക്തമായ ശക്തിയുള്ളവനാണ് എന്നുള്ള അർത്ഥം. ഇബ്നു അബ്ബാസ് ഖാല മഅനാഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന് ഇങ്ങനെയാണ് അർത്ഥം പറഞ്ഞിട്ടുള്ളത്. വഖാല ഗൈറുഹു, മറ്റു ചിലർ പറഞ്ഞു ദൂ മിർറത്തിൻ എന്ന് പറഞ്ഞാൽ ദൂ ഖുവ്വത്തിൻ, ശക്തിയുള്ളവരെന്നാണ്. വഖാല തആല ഫീ സിഫതിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സിഫത്തുകളിൽ പറഞ്ഞു, ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ദീ ഖുവ്വത്തിൻ ഇൻദ ദിൽ അർശി മകീൻ മുതാഇൻ തമ്മ അമീൻ. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, മാന്യനായ ഒരു ദൂതന്റെ വാക്കാണിത്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തിച്ചത്, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എന്നിട്ട് പറയാണ് അത് എത്തിക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറ്റി പറയാണ്, ദീ ഖുവ്വത്തിൻ ഇൻദ ദിൽ അർശി മകീൻ, ശക്തനായവൻ. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അർശിന്റെ അടുക്കൽ, അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനമുള്ളവൻ. മുതാഇൻ, അനുസരിക്കപ്പെടുന്നവൻ അല്ലെങ്കിൽ അനുസരിക്കുന്നവൻ. സമ്മ അമീൻ, അതുപോലെ തന്നെ വിശ്വസ്തനായിട്ടുള്ളത്. ഇതെല്ലാം ജിബ്രീൽ അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വിശേഷണങ്ങളായിട്ട് പറഞ്ഞതാണ്. ഇവിടെ നോക്കുന്ന ഷേഖ് പറയും, ഐ ലഹു ഖുവ്വത്തുൻ വബഅസുൻ ഷദീദ്, നേരത്തെ പറഞ്ഞ പോലെ ശക്തനാണ്. വലഹു മകാനത്തുൻ വമൻസിലത്തുൻ ആലിയത്തുൻ റഫീഅത്തുൻ ഇൻദ ദിൽ അർശ്, അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനം ജിബ്രീൽ അലൈഹിസ്സലാമിനുണ്ട്. മുതാഇൻ ഫീ അൽ മലഇൽ അഅല, അനുസരിക്കുന്നവനാണ്.
ഏതൊരു കാര്യത്തെയും കൽപ്പനകളെ അനുസരിക്കുന്ന ശ്രേഷ്ഠനായ മലക്കാണ് ജിബ്രീൽ അലൈഹിസ്സലാം. അതുപോലെ അമീൻ, വിശ്വസ്തനാണ്. ദി അമാനത്തിൻ അദീമത്തിൻ, മഹത്തരമായ വിശ്വസ്തത. വലിഹാദാ കാന ഹുവ സഫീർ ബൈന അല്ലാഹി വബൈന റസൂലി, അതിനാൽ തന്നെയാണ് ജിബ്രീൽ അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെയും റസൂലിന്റെയും ഇടയ്ക്കിൽ ഒരു സന്ദേശവാഹകനായിട്ട്, അഥവാ പ്രവാചകന്മാർക്ക് വഹി എത്തിച്ചു കൊടുക്കുന്നത് ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അവിശ്വസ്തത കാരണത്താലാണ് വഹി എത്തിച്ചു കൊടുക്കേണ്ട ജോലി ഏൽപ്പിച്ചിട്ടുള്ളത്. അതുപോലെ وقد كان يأتي إلى رسول الله صلى الله عليه وسلم في صفات متعددة. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വ്യത്യസ്തമായ സിഫത്തുകളിലായിട്ട് വരാറുണ്ട്, അത് രൂപങ്ങളിലായിട്ട് വരാറുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതാണ്. وقد رآه على صفته التي خلقه الله عليها مرتين. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച അതേ രൂപത്തിൽ 2 തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടിട്ടുണ്ട്. വലഹു 600 ജനാഹിൻ, 600 ചിറകുകളുണ്ട്. റവാ ദാലികൽ ബുഖാരി അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ബുഖാരി ഇബ്നു മസ്ഊദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ അങ്ങനെ വന്നതായിട്ട് നമുക്ക് കാണാം. വേറൊരു ഹദീസ് ശൈഖ് കൊടുക്കുകയാണ്. വറവാ അൽ ഇമാം അഹ്മദ് അൻ അബ്ദുല്ലാഹ് ഖാല റആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ ഫീ സൂറത്തിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ രൂപത്തിൽ കണ്ടു. വലഹു 600 ജനാഹിൻ, 600 ചിറകുകളുണ്ട്. കുല്ലു ജനാഹിൻ മിൻഹാ സദ്ദൽ ഉഫുഖ്, ഓരോ ചിറകും ചക്രവാളത്തിന്റെ അത്ര, അഥവാ ആകാശമുട്ടെ തട്ടി നിൽക്കുന്ന അത്ര വലുതാണ്. യസ്ഖുതു മിൻ ജനാഹിഹി മിനത് തഹാവീലി വദ്ദുരി വൽയാഖൂതി മാ അല്ലാഹു ബിഹി അലീം ഇസ്നാദുഹു ഖവിയ്യുൻ. ആ ചിറകുകളിൽ നിന്ന് പല നിറങ്ങളിലുള്ള, വ്യത്യസ്ത നിറങ്ങളിലായിട്ടുള്ള പവിഴകളും മുത്തുകളും വീഴുന്നുണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അതിനെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവൻ. അപ്പൊ മലക്കുകളിൽ നിന്ന് വ്യത്യസ്ത നിറങ്ങളിൽ പവിഴവും മുത്തുകളും വീഴാറുണ്ടായിരുന്നു എന്നുള്ളത്. അത് ഷെയ്ഖ് ഹദീസിന്റെ എണ്ണം കൊടുക്കാതെ ഇങ്ങനെ തുടർച്ചയായിട്ട് പറയാണ്. അതിൽ അടുത്തത് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സിഫത്തായിട്ട് പറയുന്ന ഒരു കാര്യം ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വേഷമാണ്, അല്ലെങ്കിൽ വസ്ത്രം. മലക്കുകൾക്ക് ഉണ്ടായിരുന്ന വസ്ത്രത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വസ്ത്രത്തിന്റെ കാര്യം പറയുകയാണ്. വാൻ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു റഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീല ഫീ ഹുല്ലത്തിൻ ഖദ്റാഅ ഖദ് മലഅ മാ ബൈന അസ്സമാഇ വൽ അർദ്. റവാഹു മുസ്ലിം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടു. ഫീ ഹുല്ലത്തിൻ ഖദ്റാഅ, പച്ച നിറത്തിലുള്ള ഒരു വസ്ത്രം അണിഞ്ഞിട്ട്, പച്ച നിറത്തിലുള്ള ഒരു വസ്ത്രം, ഒരു എന്താ പറയാ, അലങ്കാരമായിട്ടുള്ള ഒരു അലങ്കാരം അണിഞ്ഞിട്ട്. ഖദ് മലഅ മാ ബൈന അസ്സമാഇ വൽ അർദ്, അത് ആകാശഭൂമികൾ നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു. അപ്പൊ മലക്കുകളെ സംബന്ധിച്ച് നാം കൂടുതൽ അറിയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, അവർക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വിഷയത്തിൽ പച്ച നിറത്തിലുള്ള ഒരു അലങ്കാരം, വസ്ത്രമുണ്ട് എന്നുള്ളത്. അടുത്ത ഹദീസ് വഅൻ ആയിഷ റളിയല്ലാഹു അൻഹാ, ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഅയ്തു ജിബ്രീല മുൻഹിബതൻ ഖദ് മലഅ മാ ബൈനൽ ഖാഫിഖൈൻ അലൈഹി സിയാബു സുന്ദുസിൻ മുഅല്ലഖുൻ ബിഹൽ ലുഅ്ലുഉ വൽ യാഖൂത്ത്. റവാഹു അബൂ ശൈഖ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ കണ്ടു എന്ന്, ജിബ്രീൽ അലൈഹിസ്സലാമിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു എന്ന് പറയാണ്. താഴ്ന്നു വരുന്ന അവസ്ഥയിൽ, ചിറകുകൾ അടിക്കുന്ന ഒരു അവസ്ഥയിൽ. അലൈഹി സിയാബു സുന്ദുസിൻ, നേർത്ത ഒരു പട്ട് വസ്ത്രമുണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിന്. മുഅല്ലഖുൻ ബിഹാ അൽ-ലുഅ്ലു വൽ യാഖൂത്ത്, പവിഴകളും മുത്തുകളും ബന്ധിപ്പിച്ച ഒരു നേർത്ത പട്ട് വസ്ത്രം ജിബ്രീൽ അലൈഹിസ്സലാമിന് ഉണ്ടായിരുന്നു എന്ന് ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ വലി ഇബ്നു ജരീർ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല, ഇബ്നു ജരീർ അത്ത്-തബരി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ജിബ്രായീലു അബ്ദുല്ലാഹ് വമീകായീലു അബ്ദുല്ലാഹ് വകുല്ലു ഇസ്മിൻ ഫീഹി ഈലു ഫഹുവ അബ്ദുല്ലാഹ്. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മലക്കുകളുടെ പേരുകൾ ശ്രദ്ധിച്ചൊക്കെ, ഇസ്രാഫീല്, ജിബ്രായീൽ അല്ലെങ്കിൽ ജിബ്രീല്, മീകായീല്, ആ പേരിനെ സംബന്ധിച്ച് പറയാണ്. ജിബ്രായീൽ എന്നുള്ളതിന്റെ അർത്ഥം അറബിയിൽ പറയുമ്പോൾ അബ്ദുല്ല എന്നുള്ളതാണ്. മീകായിൽ എന്നുള്ളതിന്റെ അർത്ഥം ഉബൈദുല്ല എന്നാണ്. നേരത്തെ ഞാൻ അബ്ദുല്ല എന്ന് വായിച്ചു തോന്നുന്നു. ഉബൈദുല്ല എന്നുള്ളതാണ്, ചെറിയ അടിമ എന്നുള്ളത്. വകുല്ലു ഇസ്മിൻ ഫീഹി ഈലു ഫഹുവ അബ്ദുല്ല.
ഏതൊരു പേരും അവസാനം ഈ ഈൽ എന്നുള്ള അതിൽ ചേർത്ത് വരുമ്പോൾ അതിന്റെ അർത്ഥം എന്തായിട്ട് മാറുന്നുണ്ട്? അബ്ദുള്ള എന്നുള്ള അർത്ഥത്തിലേക്ക് അത് മാറുന്നുണ്ട്. അതുപോലെ വലഹു അൻ അലി ഇബ്നുൽ ഹുസൈൻ മിസ്ലുഹു വസാദ, അലി ഇബ്നു ഹുസൈൻ ഉദ്ധരിക്കുന്നുണ്ട് വഇസ്റാഫീലു അബ്ദുർ റഹ്മാൻ. ഇസ്റാഫീൽ എന്നതിന്റെ അർത്ഥം അബ്ദുർ റഹ്മാൻ എന്നുള്ളതാണ്. ഇവിടെ ഈൽ എന്നതിലേക്ക് ചേർക്കുമ്പോൾ അബ്ദുള്ള, അബ്ദ് എന്നുള്ള ആശയത്തിലേക്ക്, അർത്ഥത്തിലേക്ക് ഈ പേരുകൾ മാറുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈൽ എന്നുള്ള അർത്ഥം വരുമ്പോൾ അബ്ദുള്ള അല്ലെങ്കിൽ അബ്ദുർ റഹ്മാൻ എന്നുള്ള ഈ അർത്ഥങ്ങളിലേക്ക്, അള്ളാഹുവിന്റെ അടിമ എന്നുള്ള അർത്ഥങ്ങളിലേക്ക് മാറുന്നുണ്ട്. അടുത്തത് പറയുന്നത് തൊബ്രാനി ഉദ്ധരിക്കുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറഞ്ഞു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഉഖ്ബിറുക്കും ബി അഫ്ളലിൽ മലായിക ജിബ്രായീൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ അറിയിക്കട്ടെയോ, നിങ്ങളെ അറിയിക്കട്ടെയോ ബി അഫ്ളലിൽ മലായിക, ഏറ്റവും ശ്രേഷ്ഠനായ മലായിക്കത്തിനെ സംബന്ധിച്ച്, മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠനായ ആളെ സംബന്ധിച്ച്. എന്നിട്ട് അറിയിച്ചു ജിബ്രായീൽ, ജിബ്രീൽ അലൈഹിസ്സലാമാണ് ഏറ്റവും ശ്രേഷ്ഠനായ മലക്ക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജിബ്രീൽ അലൈഹിസ്സലാമാണ് മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠൻ എന്നുള്ളതാണ്. ഏറ്റവും ശ്രേഷ്ഠൻ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അതാണ് മലക്കുകളെ സംബന്ധിച്ചുള്ള ഓരോ കാര്യങ്ങളിൽ പറയുന്നത്. ഇനി അടുത്ത ഹദീസ്, മലക്കുകൾ എത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടിരുന്നു അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ടിരുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ഹദീസാണ്. മലക്കുകൾ ഇങ്ങനെ ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാം ഓരോരുത്തരും എത്ര ഭയപ്പെടണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് നാം ചിന്തിക്കേണ്ടത്. വഅൻ അബീ ഇമ്രാൻ അൽ-ജൗനി അന്നഹു ബലഗഹു അന്ന ജിബ്രായീല അത നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യബ്കി. അബൂ ഇമ്രാൻ അൽ-ജൗനി അദ്ദേഹം അറിയിക്കുകയാണ്, ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് കരയുന്നവനായിക്കൊണ്ട് വന്നു. ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, അല്ലെങ്കിൽ പറഞ്ഞു, മാ യുബ്കീക്, എന്തിനാണ് കരയുന്നത്, എന്താണ് കരയിപ്പിച്ചത്, നിങ്ങൾ എന്താണ് കരയിപ്പിച്ചത്? അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഖാല വമാ ലി അലാ അബ്കി, ഞാൻ കരയുന്നവനായിട്ടില്ല. ഫവല്ലാഹി, അല്ലാഹുവാണ്, മാ ജഫത് ലി ഐനുൻ മുൻദു ഖലഖ അല്ലാഹു അൻ-നാറ മഖാഫത അൻ അസിയഹു ഫയഖ്ദിഫനി ഫീഹാ. റവാഹുൽ ഇമാം അഹ്മദ് ഫി സുഹദ്. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, വല്ലാഹി, അല്ലാഹുവാണ്, മാ ജഫത് ലി ഐനുൻ, എന്റെ കണ്ണ് വരണ്ടിട്ടില്ല, അഥവാ കണ്ണീരില്ലാത്ത ആ ഒരു അവസ്ഥയായിട്ടില്ല. മുൻദു ഖലഖ അല്ലാഹു അൻ-നാറ, അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ സൃഷ്ടിച്ചത് മുതൽ, മഖാഫത അൻ അസിയഹു ഫയഖ്ദിഫനി ഫീഹാ, ഞാൻ ഭയപ്പെട്ടിട്ട് ഞാനെങ്ങാനും അള്ളാഹുവിനെ ധിക്കരിച്ചു പോയാൽ അതിലേക്ക് എന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വലിച്ചെറിയുമോ എന്നുള്ള ഭയം കാരണത്താൽ ഞാൻ നരകം സൃഷ്ടിച്ചത് മുതൽ എന്റെ കണ്ണ് വരണ്ടവനായിട്ടില്ല, അഥവാ ആ ഭയത്തിൽ കണ്ണ് നനഞ്ഞവനായിട്ടേ ഉണ്ടായിട്ടുള്ളൂ. ആരാ ഇത് പറയുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ ഉന്നതമായ സ്ഥാനമുള്ള, അള്ളാഹു സുബ്ഹാനഹു വ തആല റൂഹ് എന്ന് പറഞ്ഞിട്ടുള്ള, അള്ളാഹുവിന് പ്രിയപ്പെട്ട അള്ളാഹുവിന്റെ മലക്കാണ് പറയുന്നത്, നരകം സൃഷ്ടിച്ചത് മുതൽ എന്റെ കണ്ണ് വരണ്ടിട്ടില്ല, നനഞ്ഞ് ആ വയറ്റിൽ കണ്ണീരോട് കൂടിയേ നിന്നിട്ടുള്ളൂ. സുബ്ഹാനല്ലാഹ്, നമ്മൾ എപ്പോഴാണ് നരകത്തെ ആലോചിച്ച് കരഞ്ഞത്? നാം ഒന്ന് ചിന്തിച്ചാൽ മതി. നരകത്തിന്റെ ശിക്ഷയെക്കുറിച്ച് ആലോചിച്ച് നാം അവസാനമായി നമ്മുടെ കണ്ണ് നിറഞ്ഞ സമയം എപ്പോഴാണ്? നമ്മൾ പലതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് കരയും. നമ്മൾ ഇഷ്ടമുള്ളവർ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ട അതിനെ കുറിച്ച് ആലോചിച്ച് കരയും, അല്ലെങ്കിൽ വേറെ പലതിനെയും പറ്റി ആലോചിച്ച് കരയും. എപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നരകം സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് ഞാൻ ചെയ്യുന്ന തെറ്റുകൾ കാരണത്തിൽ അതിലേക്ക് എറിയപ്പെടുമോ എന്ന് ആലോചിച്ച് നാം കരഞ്ഞ സമയം എപ്പോഴാണ് അവസാനം എന്ന് നമ്മൾ ആലോചിക്കണം. ജിബ്രീൽ അലൈഹിസ്സലാമാണ് ഈ വാക്ക് പറയുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം ഒരു മലക്ക് ആണ് ഈ വാക്ക് പറയുന്നത്. അതുകൊണ്ട് ഗൗരവത്തിൽ നാം ചിന്തിക്കേണ്ട കാര്യമാണ്. അടുത്തത് ഷെയ്ഖ് പറയാണ്, വലിൽ ബുഖാരി, സഹീഹ് ബുഖാരിയിൽ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രായീൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, അലാ തസൂറുനാ അക്തറ മിമ്മാ തസൂറുനാ, ജിബ്രീൽ അലൈഹിസ്സലാം റസൂൽ ചോദിക്കാൻ, നിങ്ങൾ ഞങ്ങളെ സന്ദർശിക്കുന്നുണ്ടല്ലോ,
ഞങ്ങളെ സന്ദർശിക്കുന്ന ഞങ്ങളെ അതായത് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വരുന്നത് കുറച്ച് വർദ്ധിപ്പിച്ചൂടെ, ഇടക്കിടക്ക് വന്നൂടെ, എപ്പോഴും ഇങ്ങനെ വന്നൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഫനസലത്, അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത്, വമാ നതനസ്സലു ഇല്ലാ ബിഅംരി റബ്ബിക് ലഹു മാ ബൈന ഐദീനാ വമാ ഖൽഫനാ. ആ മലക്കുകൾ ഇറങ്ങുന്നില്ല ഇല്ലാ ബിഅംരി റബ്ബിക്, നിന്റെ റബ്ബിന്റെ കൽപ്പന കൊണ്ടല്ലാതെ. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചാലും കൽപ്പിച്ചാലും മാത്രമാണ് മലക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഥവാ ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നത്. ലഹു മാ ബൈന ഐദീനാ വമാ ഖൽഫനാ, അള്ളാഹുവിന്റെ കയ്യിലാണ് മലക്കുകൾ മുൻപിലും പിൻപിലും അഥവാ എല്ലാ കാര്യവും നിയന്ത്രണം അള്ളാഹുവിന്റെ കയ്യിലാണ് എന്ന് ശൈഖ് തുടരുകയാണ്. വമിൻ സാദാതിഹിം, മലക്കുകളുടെ നേതാക്കളിൽപ്പെട്ട ആളാണ് മീകാഈൽ അലൈഹിസ്സലാം. മീകായിൽ അലൈഹിസ്സലാം ഇത്ര നേരം പറഞ്ഞത് ജിബ്രീൽ അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിട്ടാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സിഫത്തുകളും അതുപോലെ തന്നെ ചില പ്രത്യേകതകളുമാണ് ഇവിടെ പറഞ്ഞത്. ഇനി പറയുന്നത് പിന്നെ മീകായിൽ അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് വഹുവ മുവക്കലും ബിൽ ഖത്രി വന്നബാത്ത്. മീകായിൽ അലൈഹിസ്സലാമിനെ ഏൽപ്പിക്കപ്പെട്ടുള്ള ജോലി എന്താണ്? മഴ വർഷിക്കുന്നത്, അതുപോലെ തന്നെ ബാക്കിയുള്ള ചെടി മുളപ്പിക്കുന്നത്, കായ്ക്കനികൾ, അതുപോലെയുള്ള കാര്യങ്ങളാണ് മീകായിൽ അലൈഹിസ്സലാമിനെ ഏൽപ്പിക്കപ്പെട്ടുള്ളത്. വറവാ ഇമാം അഹ്മദ് അൻ അനസ് റളിയല്ലാഹു തആല അൻഹു, ഇമാം അഹ്മദ് അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലി ജിബ്രീൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, മാലി ലം അറ മീകായിൽ ളാഹികൻ ഖത്തുൻ, ഞാൻ മീകായിലിനെ കാണുന്നില്ലല്ലോ. ഇസ്രാ മിഅ്റാജ് യാത്രയിലായിരിക്കണം. മീകായിലിനെ കാണുന്നില്ലല്ലോ ചിരിക്കുന്നവനായിട്ട്, ഇതുവരെ തീരെ ചിരിക്കുന്നവനായിട്ട് കാണുന്നില്ലല്ലോ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ആര് ചോദിക്കുകയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. ഖാല, അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, മാ വഹിക മീകായിൽ മുൻദു ഖുലിഖത്തിൻ നാർ. നേരത്തെ ഹദീസ് പോലെ തന്നെ മീകായിൽ ചിരിച്ചിട്ടില്ല, നരകം സൃഷ്ടിക്കപ്പെട്ടത് മുതൽ എന്ത് മികായിൽ അലൈഹിസ്സലാം പിന്നെ ചിരിച്ചിട്ടില്ല എന്ന് പറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമുക്ക് ഓർമ്മ വരണം. റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ അറിയുന്ന കാര്യങ്ങൾ ലൗ തഅലമു മാ അലം, ഞാൻ അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ലവഹിത്തും ഖലീല വലബകൈതും കസീറ, നിങ്ങൾ കുറച്ചേ ചിരിക്കുകയുള്ളൂ, നിങ്ങൾ ധാരാളമായി കരയുമായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങളുടെ കിടപ്പറയിൽ ആസ്വദിക്കില്ല, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വഴികളിൽ ഇറങ്ങി അള്ളാഹുവിന്റെ കാരുണ്യത്തെ തേടി നിലവിളിച്ച് കരയുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തെ കണ്ടവരാണിവർ. ജിബ്രീൽ അലൈഹിസ്സലാം നരകം കണ്ടതാണ്, മീകായിൽ അലൈഹിസ്സലാം നരകത്തിനെ കണ്ടതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിലെ ശിക്ഷകൾ കണ്ടതാണ്. അത്ര ഭയാനകമായ ഒരു ശിക്ഷ അവിടെ ഒരുങ്ങിയിരിക്കെ മീകായിൽ അലൈഹിസ്സലാം പിന്നെ ചിരിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. വമിൻ സാദാതിഹിം ഇസ്രാഫീൽ അലൈഹിസ്സലാം, അതുപോലെ തന്നെ മലക്കുകളുടെ നേതാക്കളിൽപ്പെട്ട മറ്റൊരു മലക്കാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാം. വഹുവ അഹദു ഹമലത്തിൽ അർശ്. ഇസ്രാഫീൽ അലൈഹിസ്സലാം അർശിനെ ചുമക്കുന്ന മലക്കുകളിൽപ്പെട്ട ഒരു മലക്കാണ്. വഹുവ അല്ലദീ യുൻഫഖു ഫീഹി സൂർ. ആ ഇസ്രാഫീൽ അലൈഹിസ്സലാം ആണ് സൂറിൽ ഊതുന്നത് അഥവാ കാഹളത്തിൽ ഊതുന്നത് അന്ത്യനാളിന്റെ സമയത്ത്. روى الترمذي وحسنه والحاكم عن أبي سعيد الخدري رضي الله تعالى عنه قال, ترمذي ഉദ്ധരിക്കുന്ന അതുപോലെ ഹാക്കിം ഹസനാക്കിയിട്ടുള്ള ഹദീസിൽ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, قال رسول الله صلى الله عليه وسلم كيف أنعم وصاحب القرن قد التقم القرن وحنى جبهته وأصغى سمعه ينتظر متى يؤمر فينفخ. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കൈഫ അൻഅമു, ഞാൻ എങ്ങനെയാണ് സമാധാനത്തിലാവുക, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ദുനിയാവ് ആസ്വദിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാനൊരു നല്ലൊരു അവസ്ഥയിൽ ഇരിക്കുക. വസാഹിബുൽ ഖർനി ഖദ് ഇൽതഖമൽ ഖർന, സാഹിബുൽ ഖർൻ അഥവാ കാഹളത്തിന്റെ സാഹിബ് ഇസ്രാഫീൽ അലൈഹിസ്സലാം ആ കാഹളത്തിലേക്ക് തന്റെ ചുണ്ട് ചേർത്തി വെച്ചിരിക്കുകയാണ്. വഹനാ ജബ്ഹതഹു, നെറ്റി മുന്നിലേക്കാക്കിയിട്ട്, വഅസ്ഗാ സമഅഹു, കേൾവി കൂർപ്പിച്ചിരിക്കുകയാണ്. യൻതദിറു മതാ യുഅ്മറു ഫയൻഫുഖു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന, ആ കൽപ്പന കേൾക്കാൻ വേണ്ടി ചെവി കൂർപ്പിച്ചിരിക്കുകയാണ്. അത് കേട്ടാൽ ഫയൻഫുഖു, അപ്പൊ എന്ത് ചെയ്യും? കാഹളത്തിൽ ഊതും, ലോകം അവസാനിക്കും, അന്ത്യനാൾ സംഭവിക്കും. അങ്ങനെ ആ അവസ്ഥയിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഇരിക്കുകയാണ് എന്നിരിക്കെ ഞാൻ എങ്ങനെയാണ്
സമാധാനത്തിൽ അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു സുഖ സൗകര്യത്തിന്റെ അവസ്ഥയിൽ ഞാൻ നിൽക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്. അപ്പൊ സഹാബാക്കൾ ചോദിച്ചു, ഖാലു ഫമാ നഖൂലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ ഞങ്ങൾ എന്താണ് പറയേണ്ടത്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൂലു, നിങ്ങൾ പറയുക, ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ അലല്ലാഹി തവക്കൽനാ, ഞങ്ങൾക്ക് അല്ലാഹു മതിയായവനാണ്. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, എന്ത് ഉത്തമനായ ഭരമേൽപ്പിക്കാൻ ഉത്തമനായവനാണവൻ. അലല്ലാഹി തവക്കൽനാ, അല്ലാഹുവിന്റെ മേലാണ് ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ പറഞ്ഞു. ഈ ഒരു കാര്യത്തെ ഭയപ്പെട്ടപ്പോൾ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ എത്രയോ തവണ ഓർമ്മിപ്പിച്ച കാര്യമാണ്. അന്ത്യനാൾ അടുത്തിട്ടുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, വമാ യുദ്രീക ലഅല്ല സഅത തകൂനു ഖരീബ, നിങ്ങൾ എന്ത് വിചാരിച്ചിരിക്കുകയാണ്? അന്ത്യനാൾ അടുത്ത് തന്നെ സംഭവിക്കാനിരിക്കുന്നു. അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും, ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഇന്ന സൽസലത്തസ് സഅതി ശൈഉൻ അദീം, അന്ത്യനാളിന്റെ ആ വിറപ്പിക്കൽ അത് വലിയ മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണ്, വലിയൊരു സംഭവമാണ്. യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത് വതദഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ വതറ الناس സുകാരാ വമാ ഹും ബിസുകാരാ വലാകിന്ന അദാബല്ലാഹി ശദീദ്. ആ ദിവസം നിങ്ങൾ കാണും. യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത്, മുലകുടിക്കുന്ന കുട്ടിയെ ഇട്ടിട്ട് പോകുന്ന ഉമ്മമാരെ നിങ്ങൾ കാണുന്ന അവസ്ഥയുണ്ടാകും. അവരവരെ ഇട്ട് ഓടുന്ന അവസ്ഥയായിരിക്കും. ഗർഭമായി ധരിച്ചിട്ടുള്ള സ്ത്രീകൾ ഭയപ്പാടുകൊണ്ട് പ്രസവിച്ചു പോകുന്ന അത്രയധികം ഭയപ്പാടുള്ള ഒരു സമയമാണ്. സുക്കാറ, ജനങ്ങളെല്ലാവരും എന്തോ ലഹരിയിലായതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വമാഹും ബിസുക്കാറ, പക്ഷെ അവർ ലഹരിയിലല്ല. വലാകിന്ന അദാബുല്ലാഹി ശദീദ്, അള്ളാഹുവിന്റെ ശിക്ഷ അത്ര ശക്തമാണ്. ആ ഭയപ്പാടിൽ അവർ പേടിച്ചോടുന്ന അവസ്ഥയായിരിക്കും ഉള്ളത് എന്നുള്ളത്. സഹോദരങ്ങളെ, ഇങ്ങനൊരു ദിവസത്തിന് വേണ്ടി നാം ഒരുങ്ങിയിട്ടില്ല എങ്കിൽ, ഇങ്ങനൊരു ദിവസത്തിന് വേണ്ടി നാം തയ്യാറായിട്ടില്ല എങ്കിൽ നാം നമ്മളെ കുറിച്ച് ശരിക്ക് ചിന്തിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഗ്രഹണം സംഭവിക്കുമ്പോ അല്ലെങ്കിൽ ശക്തമായിട്ടൊരു കാറ്റടിക്കുമ്പോ റസൂലുള്ളാഹ് ഭയപ്പെട്ട് പേടിച്ച് വിറക്കുന്ന അവസ്ഥയാണ്. റസൂലുള്ളാഹ് വേഗം മസ്ജിദിലേക്ക് ഓടുകയാണ്. വസ്ത്രം ചിലപ്പോ വലിച്ച് പോകുന്ന അവസ്ഥയിൽ റസൂലുള്ളാഹ് വേഗം മസ്ജിദിലേക്ക് ഓടുകയാണ്. എന്നിട്ട് നമസ്കരിക്കാൻ തുടങ്ങുകയാണ് അള്ളാഹുവിനുള്ള ഇബാദത്തിൽ. ആ ശിക്ഷയെ ഭയപ്പെട്ടിട്ട്, അതുപോലെ തന്നെ ഖുസൂഫിന്റെയും നമസ്കാര ശേഷമുള്ള ഖുതുബയിൽ റസൂലുള്ളാഹ് പരലോകത്തെ ഓർമ്മിപ്പിക്കും, അന്ത്യനാളിനെ ഓർമ്മിപ്പിക്കും. നമ്മൾ ചിലപ്പോൾ നമുക്കത് ചിന്ത തന്നെയല്ല. നമ്മുടെ ജീവിതം നമുക്ക് ഇന്നും നിലനിൽക്കുമെന്നുള്ള ചിന്തയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ അപകടമാണത്. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ അമിത പ്രതീക്ഷ വെച്ചിട്ട് ഭയമില്ലാതിരിക്കുന്ന അവസ്ഥ. ഇബ്നുൽ ജൗസി റഹിമഹുള്ളാഹിയുടെ ഒരു കിതാബുണ്ട്, കിതാബുൽ മുഖ്ലിഖ്, ഖൽബിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന കിതാബ് എന്ന്. അതിലുള്ള ഹദീസുകളും അസ്റുകളും മുഴുവൻ ഭയപ്പെടുത്തുന്ന ഹദീസുകൾ മാത്രം, അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ഭയം വർദ്ധിപ്പിക്കുന്ന ഹദീസുകൾ മാത്രം ക്രോഡീകരിച്ചത്. ഇൻഷാ അല്ലാഹു ബില്ലാഹി തൗഫീഖ് പിന്നെ എപ്പോഴെങ്കിലും നമുക്കത് വായിക്കാം. അപ്പൊ നാം പറഞ്ഞത് ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. ആ മലക്ക് ഇസ്രാഫീൽ അലൈഹിസ്സലാം കാഹളത്തിൽ ഊതാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കെ, കൽപ്പന കേൾക്കാൻ ചെവി കൂർപ്പിച്ചിരിക്കെ ഞാൻ എങ്ങനെ സമാധാനത്തിലിരിക്കും? നാം ഓരോരുത്തർ അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതിനെക്കുറിച്ച് അശ്രദ്ധരാകുന്നുണ്ടെങ്കിൽ നാം സൂക്ഷിക്കുക. അള്ളാഹു തആല ഇത് അള്ളാഹുവിനെ കുറിച്ച് ദിക്റിലാകാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അടുത്ത ശൈഖ് പറയുന്നു, വഅൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്ന മലക്കൻ മിൻ ഹമലത്തിൽ അർശ് യുഖാലു ലഹു ഇസ്റാഫീൽ. ഹമലത്തിൽ അർശ് ചുമക്കുന്നതിൽ ഒരു മലക്ക്, ആ മലക്കിന്റെ പേര് ഇസ്റാഫീൽ. സാവിയത്തു മിൻ സവായൽ അർശി അലാ കാഹിരിഹി, അർശിന്റെ ഒരു മൂല, ഒരു കോർണർ, അത് ആ മലക്കിന്റെ തോളിലാണ്. ഖദ് മറഖത് ഖദമാഹു ഫിൽ അർളി സാബിഅത്തു സുഫ്ലാ, ആ മലക്കിന്റെ കാലുകൾ ഏഴാം ഭൂമിയുടെ താഴെയിലേക്ക് ആഴ്ന്നിറങ്ങിയിരിക്കുകയാണ്. വമറഖ റഅസുഹു മിനസ് സമാഇ സാബിഅത്തിൽ ഉല്യാ, ആ മലക്കിന്റെ തലയാണെങ്കിലോ ഏഴാകാശത്തിന് മുകളിലേക്കും അതുപോലെ തന്നെ പൊന്തി നിൽക്കുകയാണ്. റവാഹു അബൂ ശൈഖ് വ അബൂ നുഐം ഫിൽ ഹില്യ. ഈ സംഭവം ഇസ്രാഫീൽ അലൈഹിസ്സലാമിനെ പറ്റി പറയുമ്പോൾ, ഇസ്രാഫീൽ അലൈഹിസ്സലാം അർശിനെ ചുമക്കുന്ന മലക്കുകളിൽപ്പെട്ടവരാണ് എന്നറിയിക്കുന്ന ഹദീസാണിത്. ആ അർശ് അതിന്റെ ഒരു കോണ് അദ്ദേഹത്തിന്റെ ചുമയിലാണ്. അർശിനെ ചുമക്കുന്നവരുടെ എണ്ണം നമ്മൾ പറഞ്ഞു. ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും
4 എപ്പോഴും ഉണ്ടാവുക, അന്ത്യനാളാകുമ്പോൾ അത് ഇരട്ടിയായി 8 ആകുമെന്ന് വന്ന് കാണാം. ചിലർ എപ്പോഴും 8 പറഞ്ഞിട്ടുണ്ട്. എന്നാലും അതിലൊരു കോണ് ഇസ്രാഫീൽ അലൈഹി ഇസ്ലാമിന്റെ ചുമലിലാണ്. ഇസ്രാഫീൽ അലൈഹി ഇസ്ലാമിന്റെ കാല് 7ാം ഭൂമിയിലേക്ക് താഴ്ന്നിട്ടും തല 7 ആകാശത്തിന്റെ മുകളിലേക്ക് ഉയർന്നിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. വറബ അബു ഷൈഖ് അനിൽ ഔസാഇ ഖാല, ഔസാഇ റഹിമഹുല്ലാഹ് സലഫുകളിൽപ്പെട്ട ഇമാമാണ്, ലൈസ അഹദുൻ മിൻ ഖൽഖില്ലാഹി അഹ്സന സൗതൻ മിൻ ഇസ്രാഫീൽ, ഇസ്രാഫീൽ അലൈഹി ഇസ്ലാമിനേക്കാൾ നല്ല ശബ്ദമുള്ള ഒരു സൃഷ്ടിയുമില്ല. ഫൈദാ അഖദ ഫി തസ്ബീഹി ഖതഅ അലാ അഹ്ലി സബ്ഇ സമാവാതിൻ സ്വലാതഹും വതസ്ബീഹഹും, ഇസ്രാഫീൽ അലൈഹിസ്സലാം തസ്ബീഹ് നടത്തുമ്പോൾ ബാക്കിയുള്ള ആകാശ ലോകത്തുള്ളവരുടെ സ്വലാത്തും അതുപോലത്തെ തസ്ബീഹും അവിടെ നിർത്തും. അഥവാ അത്രയധികം നല്ല ശബ്ദമാണ് ഇസ്രാഫീൽ അലൈഹി ഇസ്ലാമിനുള്ളത് എന്നുള്ള നിലക്ക് പറയുകയാണ്. അദ്ദേഹം തസ്ബീഹ് നടത്തുകയാണെങ്കിൽ പിന്നെ ബാക്കിയുള്ളവർ അത് കേൾക്കുന്ന അവസ്ഥയിൽ അവർ നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. വമിൻ സാദാത്തിഹിം, അവരുടെ മലക്കുകളിൽപ്പെട്ടവരാണ് മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം, മലക്കുൽ മൗത്ത്. വലം യജീഉ മുസറഹൻ ബിസ്മിഹി ഫിൽ ഖുർആൻ, മലക്കുൽ മൗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല റൂഹ് പിടിക്കാൻ ഏൽപ്പിച്ചിട്ടുള്ള മലക്കാണ് ആര്? മലക്കുൽ മൗത്ത്. ഇതൊരു സംഘം മലക്കുകളാണെന്നും അതല്ല ഒരു മലക്കാണെന്നും അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്തായിരുന്നാലും റൂഹിനെ ശരീരത്തിൽ നിന്ന് പിടിച്ച് പുറത്തേക്ക് എടുക്കാൻ ഏൽപ്പിക്കപ്പെട്ടുള്ള ആളാരാണ്? മലക്കുൽ മൗത്താണ്. എന്ന് ശൈഖ് പറഞ്ഞു, യജീഉ മുസറഹൻ ബിസ്മിഹി ഫിൽ ഖുർആൻ, എന്താണ് ഈ മലക്കിന്റെ പേര് എന്ന് വ്യക്തമായിട്ട് ഖുർആനിൽ വന്നിട്ടില്ല. വലാ ഫിൽ അഹാദിസ് സഹീഹ, സഹീഹായ ഹദീസുകളിലും വന്നിട്ടില്ല. വഖദ് ജാഅ ഫീ ബഅദിൽ ആസാർ തസ്മിയതുഹു ബിഇസ്രായീൽ, ചില അസറുകളിൽ ആ പേര് ഇസ്രായീൽ അല്ലെങ്കിൽ അസ്രായീൽ എന്നാണ് വന്നത് കാണാം. ഫല്ലാഹു അലം, അല്ലാഹുവിനറിയാം. ഖാലഹു ഹാഫിദ് ഇബ്നു കസീർ, ഇബ്നു കസീർ റഹിമഹുള്ളാഹുടെ ഒരു ഖൗല് എടുത്തു ഉദ്ധരിക്കുകയാണ്. നമ്മൾ സാധാരണ നാട്ടിൽ കേൾക്കാറുണ്ട് അസ്രായീൽ എന്നുള്ള പേര്. അത് ഖുർആനിലോ ഹദീസിലോ വന്നിട്ടില്ല, ചില അസറുകളിൽ വന്നിട്ടുണ്ട്. അല്ലാഹു അലം, അതിന്റെ പേരെന്താണെന്ന് അറിയില്ല. പക്ഷെ എന്നിരുന്നാലും നമുക്ക് മലക്കുൽ മൗത്ത് എന്നുള്ള വന്നിട്ടുള്ള ആ രീതിയിൽ നമുക്ക് ഉൾക്കൊള്ളുന്നതും അത് സ്വീകരിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, ഖുൽ യതവഫാകും മലക്കുൽ മൗത്തില്ലദീ വുക്കില ബിക്കും, മൗത്തിനെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്ക് നിങ്ങളെ മരിപ്പിക്കുന്നതാണ്. അപ്പൊ ആ പേര് മലക്കുൽ മൗത്ത് എന്നുള്ള നിലയ്ക്ക് തന്നെ മനസ്സിലാക്കലാണ് ഉത്തമം. അത് ശൈഖ് പറയാണ്, വഖാല ഇന്നഹും ബിന്നിസ്ബതി ഇലാ മാ ഹയ്യഹും ലഹു അഖ്സാമുൻ, അവര് സൃഷ്ടിക്കപ്പെട്ട രൂപം അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് ആ നിലക്ക് അവരെ നമുക്ക് ചില വിഭാഗങ്ങളായി തിരിക്കാം. ഫമിൻഹും, അവരിൽപ്പെട്ടതാണ് ഹമലത്തുൽ അർശ്, അർശിനെ ചുമക്കുന്നത്. അഥവാ മലക്കുകൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ജോലികളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓരോ വിഭാഗം ആക്കുകയാണെങ്കിൽ ആ വിഭാഗങ്ങൾ പറയാണ് അതിൽപ്പെട്ടവരാണ് ഹമലത്തുൽ അർശ്, അർശിനെ ചുമക്കുന്നവർ. വമിൻഹും, അതിൽപ്പെട്ടതാണ് അൽ കറൂബിയൂൻ അല്ലദീന ഹും ഹൗലൽ അർശ് വഹും മഅ ഹംലത്തിൽ അർശ് അശ്റഫുൽ മലായിക. അൽ കറൂബിയൂൻ എന്ന് ഉദ്ദേശിക്കുന്നത് മുഖല്ലിബീങ്ങളായ മലക്കുകൾ നമ്മൾ പറഞ്ഞല്ലോ. അഥവാ അർശിനെ ചുമക്കുന്നവരും ഹൗലൽ അർശ്, അർശിന് ചുറ്റുമുള്ള അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തിട്ടുള്ള മലക്കുകളും ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് പറയുന്ന ഒരു പേരാണ് അൽ കറൂബിയൂൻ എന്നുള്ളത്. അവർ അർശിന് ചുറ്റുമുള്ളതാണ്. അവര് ഈ അർശിനെ ചുമക്കുന്നവരൊപ്പം ഉണ്ടാവും. അഷ്റഫുൽ മലായിക, മലായിക്കത്തുകൾ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ളതാണ്. വഹുമുൽ മലായിക്കത്തുൽ മുഖറബൂൻ, അവര് മുഖർരിബീങ്ങളായ മലക്കുകളാണ്. ഖമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ, ലയസ്തൻകിഫൽ മസീഹു അൻ യകൂന അബ്ദൻ ലില്ലാഹ് വലൽ മലായികത്തുൽ മുഖറബൂൻ. ഈസാ നബി അലൈഹി ഇസ്ലാമിക്ക് ഒരു മടിയോ വൈമനസ്യമോ ഇല്ല അള്ളാഹുവിന്റെ അടിമയാകാൻ. അതുപോലെ തന്നെ മുഖർരിബീങ്ങളായ മലക്കുകൾക്ക് എന്തില്ല, യാതൊരു വൈമനസ്യവുമില്ല എന്നുള്ളത്. ഇനി മറ്റൊരു കൂട്ടർ, വമിൻഹും സുക്കാനു സമാവാതി സബഅ, 7 ആകാശത്തിൽ താമസക്കാരായിട്ടില്ല അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മലക്കുകളുണ്ട് അവരുടെ കൂട്ടത്തിൽ. ഒരു വിഭാഗം പറയുകയാണ്, വമിൻഹും സുക്കാനു സമാവാതി സബഅ, 7 ആകാശങ്ങളിൽ സ്ഥിരമായിട്ടുണ്ടാകുന്ന മലായിക്കത്തുകൾ. യഅ്മുറൂനഹാ ഇബാദതൻ ദാഇമ, അവരെപ്പോഴും ഏതാവസ്ഥയിലായിരിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ഇബാദത്തിലായിരിക്കും. നാം നേരത്തെ സൂചിപ്പിച്ച പോലെ, തുടക്കത്തിൽ പറഞ്ഞ ഹദീസ് പോലെ, റുകൂഇലും സുജൂദിലും ഖിയാമിലും തസ്ബീഹിലും ഒക്കെ ആയിട്ട്, ലൈലം വനഹാറ, രാവും പകലും, സബാഹൻ വ മസാഅ, അതുപോലെ തന്നെ പ്രഭാതത്തിലും പ്രദോഷത്തിലും. കമാ ഖാല തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, യുസബ്ബിഹൂന അൽ-ലൈല വൻ-നഹാറ ലാ യഫ്തുറൂൻ, അവർ
രാവും പകലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊരു മടുപ്പോ ക്ഷീണമോ ബാധിക്കുകയില്ല. അതുപോലെ അവരിൽപ്പെട്ടതാണ് മിൻഹുമുൽ ലദീന യതആഖബൂന ഇലൽ ബൈത്തിൽ മഅമൂർ. അതുപോലെ മലായിക്കത്തുകൾ ചിലരുണ്ട് യതആഖബൂന ഇലൽ ബൈത്തിൽ മഅമൂർ, ബൈത്തുൽ മഅമൂറിലേക്ക് ഇങ്ങനെ പിന്നെ മാറി മാറി വരുന്ന അഥവാ ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്ന. ഖുൽതു, ഒരട്ടം വന്ന് പോകുമെന്നുള്ള ഹദീസ് അവളും പറഞ്ഞിരുന്നു. ഷെയ്ഖ് പറയാണ് അല്ലാഹിറു അന്നല്ലദീന യതആഖബൂന ഇലൽ ബൈത്തിൽ മഅമൂർ സുക്കാനുസ് സമാവാത്ത്. ഈ നമുക്ക് മനസ്സിലാകുന്നത് പിന്നെ ഈ ബൈത്തുൽ മഅമൂറിലേക്ക് പോകുന്ന മലക്കുകൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഈ സുക്കാനു സമാവാത്തുകളിൽ അതായത് ആകാശത്തിൽ താമസിക്കുന്നവർ തന്നെയാണെന്നാണ് ഷെയ്ഖ് പറയുന്നത്. വമിൻഹും, അവരിൽപ്പെട്ടതാണ് മുവക്കലൂന ബിൽ ജിനാൻ, സ്വർഗത്തിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കുകളുണ്ട് സ്വർഗവുമായി ബന്ധപ്പെട്ട്. വഇദാദിൽ കറാമാതി ലി അഹ്ലിഹ, സ്വർഗാവകാശികൾക്ക് വേണ്ടി കാര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളവർ, അവർക്കുള്ള കറാമാത്തുകൾ, അവർക്കുള്ള ആദരവുകൾ. വതഹിയത്തി ദിയാഫത്തി ലിസാകിനിഹ, അതിലേക്കുള്ള താമസക്കാർക്ക് വേണ്ടി നല്ല ആതിഥേയത്വം ഒരുക്കാൻ വേണ്ടിയിട്ട്, അതിഥികളായി വരുന്നവരെ നല്ല ഒരുക്കാൻ വേണ്ടിയിട്ട്, അവരെ ക്ഷണിക്കാൻ. മിൻ മലാബിസ വമാകില വമശാരിബ വമസാകിൻ, അവരുടെ വസ്ത്രം, അവരുടെ ഭക്ഷണം, അവരുടെ പിന്നെ അതുപോലെ തന്നെ പാനീയങ്ങൾ, അതുപോലെ അവരുടെ വീടുകൾ, അവർക്കുള്ള എല്ലാം, സ്വർഗത്തിലുള്ള താമസം എല്ലാം ഒരുക്കാൻ വേണ്ടിയിട്ട് മലക്കുകൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വഗൈരി ദാലിക മിമ്മാ ലാ ഐനുൻ റഅത്, അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ. മിമ്മാ ലാ ഐനുൻ റഅത്, ഒരു കണ്ണും കാണാത്ത, വലാ ഉദുനുൻ സമീഅത്, ഒരു കാതും കേൾക്കാത്ത, വലാ ഖത്തറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യന്റെ കൽബ് കൊണ്ടും ചിന്തിക്കാൻ സാധിക്കാത്ത സ്വർഗത്തിന്റെ കാര്യങ്ങൾ ഒരുക്കി വെക്കുന്നവർ. അപ്പൊ അങ്ങനെ ചില മലക്കുകളുണ്ട് സ്വർഗത്തില് നമുക്ക് വേണ്ടി. സ്വർഗപ്രവേശനം സവാബായിട്ട് പ്രതിഫലമായിട്ട് ലഭിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി സ്വർഗത്തിലെ കാര്യങ്ങൾ ഒരുക്കി വെക്കുന്ന മലക്കുകൾ ഉണ്ട് എന്ന് ഷെയ്ഖ് ഇവിടെ പറയുകയാണ്. ഇവിടെ അണുവാക്കൾക്കിടയിൽ ഒരു ചർച്ച നമുക്ക് കാണാൻ സാധിക്കും. ഒരു സാന്ദർഭികമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഒരു മലക്കാണോ അതോ മുഅ്മിനായ അള്ളാഹുവിലേക്ക് അടുത്തിട്ടുള്ള ഒരു അടിമയാണോ സ്ഥാനത്തിൽ ഉന്നതൻ എന്നുള്ള ഒരു ചർച്ച നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ചില സലഫുകൾ പറഞ്ഞത് കാണാം, ഒരു അടിമ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തിൽ മലക്കുകളുടെ സ്ഥാനത്തേക്ക് എത്തും, അത്ര ഉന്നതമായ ദറജയിൽ എത്തും എന്ന് പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതുപോലെ തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞ് ദുനിയാവിലാകുമ്പോൾ പിന്നെ മലക്കുകളാണ് സ്ഥാനം കൂടുതൽ. കാരണം ഒരു പാപം ചെയ്യാത്തവരും തെറ്റ് ചെയ്യാത്തവരുമാണ്. മനുഷ്യന്റെ അവസ്ഥ എന്താവെന്ന് അറിയില്ല. എന്നാൽ പരലോകത്ത് സ്വർഗത്തിലെത്തിയാൽ മലക്കുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗാവകാശികളുടെ ഖിദ്മത്ത് ചെയ്യാൻ, അവർക്ക് ഇതുപോലെ കാര്യങ്ങൾ ഒരുക്കാൻ, അവർക്ക് സേവനങ്ങൾ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ഏൽപ്പിക്കും. സ്വർഗാവകാശിയായി കഴിഞ്ഞാൽ അവൻ മലക്കിനേക്കാൾ ഉന്നതമായ ദർജയിലാണെന്ന് ഉലമാക്കൾ പറഞ്ഞത് കാണാം. ഇവിടെ നാം മനസ്സിലാക്കേണ്ട, അവിടെ മലക്കുകളുമായിട്ടുള്ള ചർച്ചയാണ്. അവിടെ സ്വർഗത്തിൽ അവിടെ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കാൻ, സ്വർഗാവകാശികൾക്ക് വേണ്ടി ഒരുക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കുകളും ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനിയും അതുപോലെ നരകം, അതുപോലെ മനുഷ്യനെ ദുനിയാവിൽ സംരക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കുകൾ, അതുപോലെ തന്നെ കർമ്മങ്ങൾ രേഖപ്പെടുത്താൻ, അങ്ങനെ കുറച്ചുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദർസിൽ ആ കാര്യങ്ങൾ നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മലക്കുകളിലുള്ള ഈമാൻ ഓരോന്നും അതിന്റെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കി അത് ദൃഢതയോടുകൂടി വിശ്വസിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. ഗൈബിയായ കാര്യങ്ങളാണ്, എന്താണോ ഖുർആനിൽ വന്ന്, എന്താണോ ഹദീസിൽ വന്ന് നമുക്ക് അങ്ങനെ അറിയുള്ളൂ. അതങ്ങനെ വിശ്വസിക്കലാണ് നമുക്ക് ഏറ്റവും ഉത്തമം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇൽമിൽ ബറക്കത്തും കൂടുതൽ അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين. الحمد لله رب العالمين.